ജന്മാദ്യശ്ചേതോന്യാദിതരതച്ചാർത്തേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവേ മുഹ്യന്തി യത്സൂരയ തേജോവാരി മൃതാം യഥാ വിനിമയോ യത്ര സർഗോമുഷാ ധാംനാ സേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. നമസ്കാരം. സനാതനധർമ്മ സംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കാനുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. സബ്സ്ക്രൈബ് ചെയ്തവർക്കും ലൈക്ക് ചെയ്തവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് ഭാഗവതത്തിൽ തൃതീയ സ്കന്ധം 12ാമത്തെ ശ്ലോകം വരെയാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. അത് പാർത്താംസ്തു ദേവോ ഭഗവാൻ മുകുന്ദോ ഗൃഹീതവാൻ ഷിതിദേവദേവ ആത്തേ സുപുര്യാം യദുദേവദേവോ വിനിജിതാശേഷ നിർദേവദേവ. എന്താ പറഞ്ഞത്? സന്ദർഭം വിതുരൻ ധൃതരാഷ്ട്രർക്ക് പല ഉപദേശങ്ങളും കൊടുത്തു എന്ന് പറഞ്ഞു. അല്ല, അവസാനമായിട്ട് എന്താണ് യുദ്ധം ഒഴിവാക്കാൻ മാർഗം? വിതുരോപദേശം വളരെ പ്രധാനപ്പെട്ടൊരു ഭാഗമാണല്ലോ ഭാരതത്തിൽ. എന്താണ് ഇപ്പോൾ ചെയ്യേണ്ടത്? ധൃതരാഷ്ട്രർക്ക് ഏകദേശം അറിയാം, യുദ്ധം ഉണ്ടായാൽ തങ്ങളുടെ ഉണ്ണികളുടെ കാര്യം കഷ്ടമാണ്. കാരണം അപ്പുറത്ത് ആരാ ഉള്ളത്? പ്രബലനായിട്ടുള്ള ഭഗവാൻ ഒറ്റ ആൾ പോരെ, എന്തിനാ അധികം? നല്ലതായാലും ചീത്തയിലും നഞ്ഞ എന്തിനാ നാനാഴി നമ്മൾ ചോദിക്കണ ഇവിടെ നല്ലതാണ്, നഞ്ഞല്ല കേട്ടോ. അപ്പോൾ എന്തിനാണ് അധികം? ഒറ്റ ആൾ പോരെ. പാണ്ഡവന്മാർ പുളിങ്കൊമ്പിലല്ലേ പിടിച്ചിരിക്കണം. അപ്പോൾ തങ്ങളുടെ കാര്യം കഷ്ടമാണ്, ഉണ്ണികളുടെ കാര്യം കഷ്ടമാണ്. അതുകൊണ്ട് എന്താണ് വേണ്ടത്? യുദ്ധം ഒഴിവാക്കുകയാണ് എന്ന് ധൃതരാഷ്ട്രർക്ക് അറിയാം. നല്ലത് യുദ്ധം ഒഴിവാക്കുകയാണ് തങ്ങളുടെ ഉണ്ണിയുടെ തടിക്ക് നല്ലത് എന്ന് അറിയാം. അതുകൊണ്ടാണ് ചോദിച്ചത്, വിതുര എങ്ങനെയെങ്കിലും യുദ്ധം ഒന്ന് ഒഴിവാക്കാൻ വല്ല വഴിയുണ്ടോ? അപ്പോഴാണ് പറഞ്ഞത്, ആ ബ്രാഹ്മണരുടെയും ക്ഷിതിദേവൻ ബ്രാഹ്മണൻ, ദേവൻ സ്വർഗത്തിലത്തെ ദേവന്മാർ, ഇവർക്കൊക്കെയും നാഥനായിട്ടുള്ള കൃഷ്ണൻ അല്ലയോ ധൃതരാഷ്ട്രേ, ഏതൊരു പാണ്ഡവരുടെ ഭാഗത്താണോ ഉള്ളത് ആ കൃഷ്ണനുള്ളിടത്തോളം കാലം ജയം അവർക്കേ ഉണ്ടാവുള്ളൂ. ആ അർജുനൻ ദൂതനായിക്കൊണ്ട് ആ കൃഷ്ണനെ അയച്ചപ്പോൾ ഭാഗം കൊടുക്കില്ല എന്ന് അങ്ങയുടെ ഉണ്ണി മൂത്ത പുത്രൻ എന്തിനാണ് വാശി പിടിച്ചത്? അതുകൊണ്ട് അവർക്ക് ആ ഭാഗം കൊടുക്കുകയായിരിക്കും നല്ലത്. എന്തെങ്കിലും ഒന്ന് കൊടുത്തിട്ട് തൃപ്തിപ്പെടുത്തിയാൽ യുദ്ധം ഒഴിവാവും. അർഹതപ്പെട്ടത് മുഴുവനും കിട്ടണമെന്ന് പോലും അവർക്ക് ഇല്ലല്ലോ. സ യേഷദോഷ പുരുഷത്തിടാർത്തേ ഗൃഹാൻ പ്രവിട്ടോ യമപത്യമത്യ പുഷ്ണാതി കൃഷ്ണാത് വിമുഖോ ഗതസ്തേ തേജാശ്വശൈവം കുലകൗശലായ. അവസാനം വിതുരൻ രണ്ടും കൽപ്പിച്ചിട്ട് പറഞ്ഞു, ആ ധൃതരാഷ്ട്രരോട് പോകാൻ പറയുന്നത്. ആരാവൻ? ധൃതരാഷ്ട്രല്ല, ദുര്യോധനൻ, മൂത്ത പുത്രനാത്രേ. ആദ്യം അങ്ങെന്താ വേണ്ട അറിയോ? ആ മൂത്ത പുത്രനിലുള്ള സ്നേഹം, സീമന്തപുത്രനിലുള്ള സ്നേഹമാണ് ഉപേക്ഷിക്കുക. അവനെ പിടിച്ച് പുറത്താക്കുക. പറഞ്ഞാൽ കേൾക്കില്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യുക? ത്യജിക്കുക അവനെ. എങ്ങനത്തെവൻ? അശൈവം അമംഗളനാണ്. ജനിച്ച മുതൽക്ക് അപകടമില്ലാണ്ട് ആ വിദ്വാൻ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. എന്തിനെ? കുലകൗശലായ, അങ്ങയുടെ കുലത്തിൻ്റെ ക്ഷേമത്തിനായിക്കൊണ്ട് അശൈവം ത്യജ, അശൈവനായിട്ടുള്ള അവനെ, ഗതശ്രീ സർവശ്രീയും പോയവനെ ത്യജിക്കുക. അതാണ് ധൃതരാഷ്ട്രയെ വേണ്ടത്. അങ്ങെന്താണ് ചെയ്യേണ്ടത്? മൂത്ത പുത്രൻ എന്ന രീതിയിൽ അപത്യമത്യ പുഷ്ണാസി, കുട്ടി എന്ന പുത്രൻ എന്ന ഭാവേന വളർത്തുന്നു. ആരാ? ദുര്യോധനൻ. കൃഷ്ണാത് വിമുഖോ, കൃഷ്ണനോട് എതിർപ്പുള്ള ആളാണ്. ഭക്തിയില്ല, കൃഷ്ണനിലോട്ട് വിശ്വാസമില്ല. അവനെ നിലനിർത്തിയിട്ട് അങ്ങേക്ക്
എന്ത് നേട്ടം ഉണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. ഇതുവരേക്കും ഇത് മനസ്സിലായില്ലേ അങ്ങേക്ക്? അങ്ങയുടെ മൂത്ത പുത്രൻ അങ്ങയുടെ കുലത്തിന് ദോഷമല്ലാതെ യാതൊന്നും ചെയ്യില്ല. ഒരു കുടുംബം രക്ഷപ്പെടാൻ ഒരാളെ ത്യജിക്കുകയാണെങ്കിൽ ആ ആളെ ത്യജിക്കുകയല്ലേ നല്ലത്? ഒരു രാജ്യം രക്ഷപ്പെടാൻ ഒരു ഗ്രാമം ത്യജിക്കുകയാണെങ്കിൽ ഗ്രാമം ത്യജിക്കുകയല്ലേ നല്ലത്? നശിച്ചോട്ടേക്കുക, രാജ്യം മുഴുവൻ രക്ഷപ്പെടുമല്ലോ. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. അപ്പം അതുപോലെ ഇവിടെ ഈ ദുര്യോധനനെ അങ്ങാണ്ട് തിരിച്ചാൽ ചിലപ്പോൾ അങ്ങയുടെ കുലം മുഴുവൻ രക്ഷപ്പെടും. ബാക്കി ആരെ കൊണ്ട് അത്ര അപകടമൊന്നുമില്ല. അതുകൊണ്ട് അങ്ങ് പുത്രദൃഷ്ടിയ അപത്യം കുട്ടി പുത്രൻ എന്ന ഭാവേന കൃഷ്ണവിമുഖനായിട്ടുള്ള, അതന്നെ മതി ഏറ്റവും വലിയ പാപം. കൃഷ്ണനിൽ ഭക്തിയില്ലാത്തതായ ഗതശ്രീ, ശ്രീ നശിച്ചവനായ അശൈവം, അമംഗളനായ അവനെ ത്യജ എന്നാണ് പറയുന്നത്. ആര്? വിതുരൻ ധൃതരാഷ്ട്രരോട് പറയണം. ഇതിങ്ങനെ കേട്ടും കൊണ്ട് അത്രയും ധൃതരാഷ്ട്രർ വരണതേ. ഇത്യൂജിവാൻ തത്ര സുയോധനേന പ്രവൃത്തകോപത്പുരിധാരണേന അസകൃതസൽപൃഹണീയശീല ക്ഷത്താസ്വകർണാനുജസൗബലേന. തൻ്റെ കൊട്ടാരത്തിൽ താങ്കളുടെ ചെലവിൽ ഭക്ഷണം കഴിച്ചിട്ട് തന്നെ പിടിച്ച് പുറത്താക്കാനാണോ മഹാരാജാവിനോട് പറയണത്? ഇതി ഊജിവാൻ, പ്രകാരം പറഞ്ഞവനും സത്പൃഹണീയ ശീല, നല്ല ഗുണങ്ങളുള്ളവനും ആയ വിതുരൻ, സദ്ഗുണങ്ങളുടെ വിളനിലാണ്, അങ്ങനെയുള്ളവനും എല്ലാ അനുഗ്രഹത്തിന് യോഗ്യനും ആയ വിതുരർ, ക്ഷത്തർ എന്ന് പറഞ്ഞാൽ വിതുരർ, അത്ര അവിടെ പ്രവൃത്തകോപത്പുരിധാര അധരേണ, സുയോധനനാൽ അപമാനിക്കപ്പെട്ടു എന്ന് പറയണം. സുയോധനൻ, ശരിക്കും പേര് സുയോധനൻ എന്നാ, അത്രയും നല്ല രീതിയിൽ യുദ്ധം ചെയ്യുന്നവൻ. പിന്നെ ഈ കള്ളത്തരം കാണിച്ച് ദുര്യോധനനായതാ. സുയോധനൻ എന്നാണ് യഥാർത്ഥ പേര്. അതാ ഇവിടെ അങ്ങനെ പറഞ്ഞത്. സുയോധനേന അസത്കൃത, അപമാനിക്കപ്പെട്ടു. സുയോധനേന അസത്കൃത, സുയോധനനാൽ അപമാനിക്കപ്പെട്ടു. ദാസീപുത്രൻ എന്ന് പറഞ്ഞ് വിളിച്ച് അപമാനിച്ചു. സഭയിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ദുര്യോധനന് ദേഷ്യം അധികരിച്ചു എന്നർത്ഥം. തത്ര പ്രവൃത്ത കോപത്പുരിധാധരേണ, ദുര്യോധനൻ്റെ വിശേഷമാണ് ദേഷ്യം വന്ന് വിറയ്ക്കുന്ന ചുണ്ടുകളോടുകൂടിയുള്ള സുയോധനനാൽ. ദേഷ്യം വന്ന് വിറയ്ക്കുന്ന ചുണ്ടുകളോടും കലങ്ങിയ കണ്ണുകളോടുകൂടിയും ആയ ദുര്യോധനനാൽ അസത്കൃത, അപമാനിക്കപ്പെട്ടു. ഈ ദാസീപുത്രനെ വേണ്ടത്ര ശിക്ഷ കൊടുത്ത് ഇവിടുന്ന് പുറത്താക്കാൻ ഇവിടെ ആരുമില്ലേ? മഹാരാജാവിനോട് തന്നെ പുറത്താക്കാൻ ആജ്ഞാപിക്കുകയാണത്രേ. പിന്നെയോ സകർണാനുജസൗബലേന, കർണൻ, ദുശാസനൻ ഇവരോട് കൂടിയ സുയോധനൻ കൂടെയുണ്ട്. ശിങ്കിടികൾ കൂടെ ഉണ്ടാവും. കാഞ്ഞിരക്കുരുവിനെ വേപ്പുംകുരു സാക്ഷി എന്ന് പറയുന്നുണ്ട് നമ്മളല്ലേ. ആരൊക്കെയാണ് ദുര്യോധനൻ്റെ കൂട്ടാളികളെന്നാണെങ്കിൽ കർണാനുജൻ, ദുശാസനൻ, കർണൻ, കർണാനുജൻ, പിന്നെ സൗബലൻ, ശകുനി. ഏവനാണ് ഈ ശകുനി, സൗബലേന, സൗബലിയുടെ പുത്രൻ. ആ ശകുനി, ദുശാസനൻ, കർണൻ എന്നിവരോട് കൂടിയ സുയോധനൻ അല്ലെങ്കിൽ ദുര്യോധനൻ ദേഷ്യപ്പെട്ട് വിറയ്ക്കുന്നതിനോട് കൂടി ആ വിതുരനെ അപമാനിച്ചു. ദാസിയിലുണ്ടായ ആളാണ് വിതുരൻ. അംബാലികയിലുണ്ടായതാണ് ധൃതരാഷ്ട്രനും പാണ്ഡുവും. ദാസിയിലുണ്ടായ ആളാണ് വിതുരൻ. ഒരു വംശം രക്ഷിക്കാൻ വേണ്ടിയിട്ട് വ്യാസനോട് അവരുടെ പുത്രോത്പാദനം നടത്താൻ പറയുകയാണ് ഗാന്ധാരി. അനുജൻ്റെ പത്നിമാരാണ് അംബാലിക. അംബ കാട്ടുപോയി തപസ്സായിട്ട്, അംബിക അംബാലിക, അതിലുണ്ടായതാണല്ലോ ധൃതരാഷ്ട്രരും പാണ്ഡുവും. അപ്പോൾ 2 പ്രാവശ്യം ചെന്ന് മൂന്നാമത് ഒരിക്കൽ കൂടി വേണം. കാരണം അതിലുണ്ടായ പുത്രന്മാർ ശരിയായില്ല. ഒന്ന് പാണ്ഡായിട്ട് പോയി, വികലാംഗനാണ്. ഒന്നോ കണ്ണ് കാണാണ്ട പോയി. 2ഉം ശരിയായില്ല. അപ്പോൾ രാജ്യം ഭരിക്കാൻ അവർ അർഹരല്ലാത്തത് കാരണം ഒരിക്കൽ കൂടി ഒരു സന്താനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അമ്പോട് പറഞ്ഞപ്പോഴാണ് അമ്പ ദാസിയെ അയച്ചു എന്ന് പറഞ്ഞത്, അംബികയോട്.
അംബിക ദാസി അയച്ചു. ഇനി വ്യാസനുമായിട്ടുള്ള ഇടപാട് വയ്യ വിചാരിച്ചിട്ടേ, കാരണം ദുർഗന്ധം ഉണ്ട് വ്യാസന എന്നാണ്. തപസ്യാണെങ്കിലും മത്സ്യഗന്ധിയുടെ പുത്രൻ എന്നുള്ള നിലയ്ക്ക് ആവുക ആളുമായിട്ടൊന്നും ഇനി വയ്യാന്ന് പറഞ്ഞിട്ട് ദാസിയെ അയച്ചു അംബിക. അംബ തപസ്സിന് പോവുകയുണ്ടായത്. അംബികയും അംബാലികയുടെ പുത്രന്മാരാണ് പാണ്ഡുവും ധൃതരാഷ്ട്രരും. ആ ദാസി പക്ഷേ വ്യാസനെ വേണ്ട പോലെ തൃപ്തിപ്പെടുത്തി. അതുകൊണ്ട് അവളിലുണ്ടായതാണ് അത്രേ വിതുരൻ. നല്ല മനസ്സോടു കൂടിയിട്ടാണ് വ്യാസനോടുകൂടി സംഗമുണ്ടായത്. ആ സമയത്തുള്ള മാനസികാവസ്ഥയും കൂടി ജനിക്കാൻ പോണ കുട്ടികളെ ബാധിക്കുന്ന പറയണം. ഒക്കെ ഓരോ ഉദാഹരണങ്ങളാണ് കഥയിൽ കൂടെ. അതുകൊണ്ട് വിതുരൻ ജനിച്ചു. നല്ല ജ്ഞാനിയായിട്ടുള്ള വിതുരൻ ജനിച്ചു. അത് പറഞ്ഞ് അങ്ങോട്ട് അപമാനിക്കുക. ദാസീപുത്ര, പിടിച്ചടിച്ച് പുറത്താക്കണം, ഇഷ്ടം പോലെ ശിക്ഷ കൊടുക്കാം, ജീവൻ മാത്രം അവിടെ ഉണ്ടാവട്ടെ എന്നും പറഞ്ഞ് അപ്പം തന്നെ ആജ്ഞാപിച്ചു. ക്ഷത്ത അസത്കൃത, അപമാനിച്ചു. സത്പ്രഗണീയ ശീല, നല്ല ശീലമുള്ള വിതുരനെ. ക്ഷത്ത അസ കർണാനുജ സൗബലേന, കർണനും കർണാനുജനും സൗബലനായ ശകുനിയും കൂടി, ദുര്യോധനൻ്റെ കൂടെ കൂടി. ക ഏന മന്ത്രോപജുഗാപജി മന്ദാസ്യാസുതം ബലിനേവ പുട്ട തസ്മിൻ പ്രതീപ പരകൃത്യ ആർത്തേ നിർവാസ്യതാമാശു പുരാശ്വസാന. ജിമ്മം, മോശമായ കുടില സ്വഭാവമുള്ള ദാസ്യാസുതം, ദാസിയുടെ പുത്രനായ ഇവനെ അപമാനിച്ചത് എങ്ങനെയെന്ന് പറയുക, വിശദാക്കുകയാണ്. ജിമ്മം പറഞ്ഞാൽ മോശപ്രകൃതിയുള്ള, ചീത്ത വാക്കിന് ആ കാര്യത്തിന് പറഞ്ഞാൽ ജിമ്മം. നികൃഷ്ടമായ പറയാം, നികൃഷ്ടമായ ദാസ്യാസുതം, ദാസിയുടെ സുതനായ ഏനം ഇവനെ. അത്ര ഇവിടെ, ക ആർ, ഉപജുഗാവ വിളിച്ചു വരുത്തി. ആരാബനെ ഇവിടെ വിളിച്ചത്? കടന്നു പോകാൻ പറയാം അവനോട്. ഉപജുഗാവ, ആർ വിളിച്ചു? ക ഉപജുഗാവ, ബനെ ഇപ്പം ആരാ അങ്ങോട്ട് വിളിച്ചത്? യത് ബലിനായേവ, ആരുടെ ഭക്ഷണത്താൽ തന്നെ വളർത്തപ്പെട്ടുവോ അവനെ തിരിഞ്ഞു കുത്തി പുറത്താക്കാൻ പോവുക. ദുര്യോധനാണല്ലോ അവിടെ ചിലവൊക്കെ നോക്കണം. തസ്മിൻ പ്രദീപ, വിരോധമുള്ളവനായിട്ട്, ആരുടെ ഭക്ഷണം കൊണ്ട് വളർന്ന് ജീവിച്ച് വളരുന്നുവോ ആ ഭക്ഷണദാതാവിൽ വിരോധമാണ് മഹാരാജാവിനോട് ഉപദേശിക്കുന്നത്. പരകൃത്യേ, ശത്രുവിൻ്റെ കാര്യസാധ്യത്തിൽ ഇവൻ ശ്രദ്ധിക്കുന്നു. പാണ്ഡവന്മാർ ശത്രുവാണ്, അവർക്ക് ഭാഗം വാങ്ങി കൊടുക്കണത്രേ. ഇത് പറയാൻ അവനെ ഇവിടെ ഇരുത്തിയിരിക്കണം. ഇത് പറയാൻ ഇവൻ എന്തിനിവിടെ വന്നു? ആശു ശ്വസാന, വേഗം ജീവൻ ബാക്കി വെച്ച് പുരാത് നിർവാസിതാം, പുറത്താക്കിൻ ഇവനെ, അടിച്ചിടിച്ച് ദ്രോഹിച്ച് പുറത്താക്കുക. ജീവൻ മാത്രം അവിടെ കിടക്കട്ടെ, അനുഭവിക്കാൻ ജീവൻ വേണ്ടാണ്ട് കൊല്ലണ്ട. സ്നേഹം ഉണ്ടായിട്ടൊന്നുമല്ല, ഈ ദുഃഖം ജീവിതന അനുഭവിക്കണ ജീവൻ വേണ്ടേ, അതുകൊണ്ട് കൊല്ലണ്ടെന്ന്. പുരാത് നിർവാസിതാം, പേടിച്ച് പുറത്താക്കുമ്പനെ ജീവൻ മാത്രം നിലനിർത്തി ഒരുപാട് ദ്രോഹിച്ച് അടിച്ചിടിച്ച് നിങ്ങൾക്ക് വഹിക്കണ പോലെയൊക്കെ ദ്രോഹിച്ച് പുരാത്, കൊട്ടാരത്തിൽ നിന്ന് നിർവാസിതാം, പുറത്താക്കപ്പെടട്ടെ, ഇനി ഒട്ടും അമാന്തം വേണ്ട എന്ന് ദുര്യോധനൻ ആജ്ഞാപിച്ചു. അപ്പം തന്നെ ഓർഡർ ഇട്ടു എന്നർത്ഥം. ശീതപ്രകൃതമുള്ള ദാസീപുത്രനായവനെ, ദുസ്വഭാവിയായിട്ടുള്ള ഇവനെ ക ഏന മന്ത്രോപജുഗാവജിമ്മം, ആര് വിളിച്ചു ഇവിടെ? ക പാജുഗാവ, ആര് വിളിച്ചു ഇവിടെ? ആര് വിളിച്ചിട്ടവൻ വന്നത്? ദാസ്യാസുതം, ദാസിയുടെ പുത്രൻ. യത് ബലിനെ ഇവ പുട്ട, ഏതൊരാളുടെ ഭക്ഷണം കൊണ്ട് ഇവൻ ജീവിക്കുന്നുവോ അവനെ പുറത്താക്കാൻ മഹാരാജാവിനോട് ഉപേക്ഷിക്കണം. ശത്രുവിന് വേണ്ടി ഇവൻ വാദിക്കുന്നു. തസ്മിൻ പ്രദീപ, ആ ഭക്ഷണം കൊടുക്കുന്നവന് വിപരീത മനോഭാവമാണ് പ്രദീപ. പ്രദീപ് എന്ന് പറഞ്ഞ പേരാട്ടോ, ഇവിടെ തീപ എന്നാ. പ്രദീപ, വിപരീത ബുദ്ധിയുള്ള, കാല് കൊടുത്ത കൈനെ തന്നെ കടിക്കുക എന്ന് പറയുമല്ലോ. ആരുടെ ഭക്ഷണം കൊണ്ട് ഇവൻ ഇവൻ ജീവിക്കുന്നുവോ അവന് എതിരായിട്ട് പ്രദീപ, വിപരീതമായി പരകൃത്യ ആസ്തേ, ശത്രുവിനു വേണ്ടി ഭാഗം പറയുന്നു. നിർവാസ്യതാമാശുപുരാശ്വസാന, പുറത്താക്കിൻ പിടിച്ചിട്ട്
നിർവാസിതാം പുറത്താക്കവനെ, പുരാശ്വസാന ശ്വാസം മാത്രം നിലനിൽക്കട്ടെ, ജീവൻ മാത്രം നിലനിൽക്കട്ടെ, കൊല്ലണ്ട. സയിത്തമത്തുൽ ബണകർണബാണേർഭ്രാതു പുരോമർമ്മസുതാടിതോപി സ്വയം ധനുർദ്വാരി നിദായമായാം ഗതവ്യതോയാതുരുമാനയാന. മഹാത്മാക്കളുടെ ഒരു പ്രത്യേകത, എന്തും ഉപേക്ഷിക്കാൻ മടിയില്ല. പ്രാതു ജ്യേഷ്ഠൻ്റെ, പുരാ മുമ്പിൽ, തം ധൃതരാഷ്ട്ര ജ്യേഷ്ഠനാണ്. അപ്പോൾ ആ ജ്യേഷ്ഠൻ്റെ മുമ്പിൽ ഇപ്രകാരം ഇത്തം അത്യുൽബണ കർണബാണൈ, കർണകഠോരങ്ങളായ വാക്കുകളാൽ കർണബാണൈ, അസ്ത്രം ചെവിയിൽ തറച്ചു കയറുന്ന പോലെയുള്ള വാക്കുകളാവും ചിലപ്പോൾ അല്ലേ. അത്രത്തെ സഹിക്കാം. അതല്ലാത്ത വാക്കുകളുണ്ട് അതിലും പരായിട്ടുള്ളത്. കർണബാണൈ, ചെവിയിൽ അസ്ത്രം തറച്ചു കയറുന്നത് പോലെ, മർമ്മസൂത്താടിത, മർമ്മങ്ങളിൽ താടിത, ദ്രോഹിക്കപ്പെട്ടു, മർമ്മങ്ങളിൽ അട്ടിക്കപ്പെട്ട, സ അവൻ വിതുരൻ എന്തു ചെയ്തു, ധനുർദ്വാരി സ്വയം നിധായ, സ്നേഹമാകുന്ന വില്ല് അവിടെ വെച്ചു. കൊട്ടാരത്തിനോടും അവിടെയുള്ളവരോടുള്ള സ്നേഹമാകുന്ന വില്ല് അവിടെ വെച്ചു. എന്നാൽ ഈ സ്നേഹത്തിനെ വില്ലിനോട് ഉപമിച്ച്, അത് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, ഒരു വസ്തുവിനോട് ഉപമിച്ചു, ഇത്രയേ ഉള്ളൂ. വസ്തു എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും അവിടെ വയ്ക്കാം. വില്ലാവട്ടെ മറ്റൊന്നാവട്ടെ എന്നൊന്നുമില്ലല്ലോ, അവിടെ വയ്ക്കുക. അതുപോലെ കൊട്ടാരത്തിനോടുള്ള സ്നേഹത്തെ യാതൊരു പ്രയാസം കൂടാതെ ഉപേക്ഷിച്ചു. ഇനി ഇവിടെ നിൽക്കണില്ല. മഹാത്മാക്കൾ അപമാനിക്കപ്പെട്ടാൽ പിന്നെ അവിടെ നിൽക്കുമോ? ഗത വ്യത, ദുഃഖിച്ചതുമില്ല. ആരെന്ത് പറഞ്ഞാലും അവർ ദുഃഖിക്കില്ല. പക്ഷെ അവിടെ നിൽക്കില്ല, നിൽക്കാൻ പറ്റില്ലല്ലോ. അപമാനിക്കപ്പെട്ട സ്ഥലത്ത് മഹത്തുക്കൾക്ക് നിൽക്കുന്നത് ഭൂഷണമാണോ? എന്ത് ചെയ്തു? മായാം ഉദ മാനയാന, മാനിക്കുന്നവനായിട്ട്, മായയെ മാനിക്കുന്നവനായിട്ട് അവിടുന്ന് അങ്ങോട്ട് പുറപ്പെട്ടു. ഒരു വില്ല് അവിടെ വയ്ക്കണ പോലെ, പേനയൊക്കെ അവിടെ വയ്ക്കില്ലേ, അത്രയേ ഉള്ളൂ. മഹത്തുക്കൾക്ക് എന്തും ഉപേക്ഷിക്കാൻ കഴിയും എന്നാണ്. അവിടുന്ന് അങ്ങോട്ട് ഇറങ്ങി പറയുന്ന ചെയ്തു, ധൃതരാഷ്ട്ര ദുര്യോധന, അങ്ങയുടെ കൊട്ടാരത്തിൻ്റെ സുഖം കണ്ടിട്ടൊന്നുമല്ല ഞാൻ ഇവിടെ നിൽക്കണത്. പിന്നെ പല പ്രാവശ്യം പോകാൻ പുറപ്പെട്ടതാണ്, ഇവിടുത്തെ ഏർപ്പാട് ശരിയാവില്ല എന്ന് മനസ്സിലാക്കിയിട്ട്. ഇപ്പോൾ ധൃതരാഷ്ട്രയുടെയും ഗാന്ധാരിയുടെയും ദയനീയമായിട്ടുള്ള ഒരു നോട്ടമുണ്ട്. വിതുര, അങ്ങ് മാത്രമാണ് ഞങ്ങൾക്കൊരാശ്വാസം, അങ്ങും കൂടി ഇവിടുന്ന് പോയാൽ ഞങ്ങൾക്ക് പിന്നെ ആരാ ഉള്ളത്? ആ ദയനീയമായ നോട്ടം കണ്ടിട്ട് പിന്നെ ആവാമെന്ന് വെച്ചതാ. ഇനി അങ്ങനെ വെക്കണില്ല, ഏതായാലും അവധിയായി എന്ന് തോന്നുന്നു എന്നങ്ങനെ പറഞ്ഞേ. സ്വയം ധനുർദ്ധാരി നിധായമായാം, മായയാകുന്ന സ്നേഹത്തെ ഒരു വില്ല് അല്ലെങ്കിൽ ഒരു വസ്തു എന്ന പോലെ നിസ്സാരമായിട്ട് സ്നേഹത്തെ ഉപേക്ഷിച്ച് അവിടുന്ന് അങ്ങോട്ട് പോകാൻ പുറപ്പെട്ടു. മഹത്തുക്കൾക്കൊന്നും ഇല്ലേ, ശൈവത്തിന് രാത്രി ഇറങ്ങാൻ വല്ല പ്രയാസം ഉണ്ടായോ? കൊട്ടാരവും ഭാര്യയും ധനവും അധികാരവും ഒക്കെ ഒരു സെക്കൻഡ് കൊണ്ടാണ് ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ. സ നിർഗത കൗരവ പുണ്യലബ്ധോ ഗജാക്വയാ തീർത്ഥപദപദാനി അന്വാക്രമൽ പുണ്യചികിഷ്ടയോർവ്യാം സ്വദഷ്ടിതോ യാനി സഹസ്രമൂർത്തി. കൗരവ പുണ്യലബ്ധ, കൗരവന്മാരുടെ ഇടയിൽ വളരെ കുറച്ച് നല്ല ആൾക്കാരേ ഉള്ളൂ. ഉണ്ട് ഭീഷ്മർ, വലിയ കുഴപ്പമൊന്നുമില്ല, വിതുരർ. കൗരവരുടെ ഇടയിൽ വളരെ അവശേഷിക്കപ്പെട്ട സജ്ജനങ്ങളിൽ ഒരുവനായ വിതുരൻ. ആകെ അതാണ് അവിടുത്തെ പുണ്യം. സജ്ജനങ്ങളുടെ ദിക്കിലൊക്കെ ഐശ്വര്യം ഉയർച്ചയുണ്ടാവും ഇല്ലേ. ഒരാൾ പോയാലോ അപ്പം കാണും അതിൻ്റെ അനർത്ഥം എന്നാണ്. നല്ല വാസനകളും ഒക്കെ ഉള്ള ഒരാൾ അവിടുന്ന് മനസ്താപത്തോടു കൂടി പോയാൽ കേട്ടോ, അല്ലെങ്കിൽ മനസ്താപത്തോട് കൂടിയിട്ടാണ് പോയാൽ, വേറെ കാര്യാദികൾക്ക് പോയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, മനസ്താപത്തോടു കൂടി പോയാൽ അപ്പം കാണും അതിൻ്റെ അനർത്ഥം അവിടെ എന്നാണ്. ഇത് സത്യമായിട്ടുള്ള കാര്യമാണ്. കൗരവ പുണ്യലബ്ധ, ആ വംശത്തിലത്തെ ശേഷിച്ച പുണ്യം ഉള്ളതായിട്ടുള്ള വിതുരനും കൂടി അവിടുന്ന് അങ്ങോട്ട് പോയില്ലേ.
കഴിഞ്ഞു ഹസ്തിനാപുരിയുടെ ഐശ്വര്യം. സ ഗജാക്വയാത് ഹസ്തിനപുരത്തിൽ നിർഗത, പുറത്താക്കപ്പെട്ടു, അപമാനിച്ചിട്ടേ. ഇനി അവിടെ ഉണ്ടോ? നേരെ ഉണു. പിന്നെയോ ഉർവ്യാം സഹസ്രമൂർത്തി, ഭൂമിയിൽ അനേകം മൂർത്തികളോടുകൂടിയതായിട്ടുള്ള ഭഗവാൻ. യാനി പദാനി, യാതൊരു സ്ഥാനങ്ങളെ, സതിഷ്ഠിത ശോഭനമായി അധിവസിക്കുന്നുവോ. തീർത്ഥപാദ താനി, തീർത്ഥങ്ങൾ പാദത്തിലുള്ള അവൻ്റെ ആ സ്ഥാനങ്ങളെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് സഞ്ചരിച്ചു. ഇവിടെ ദുര്യോധനൻ പറഞ്ഞതേ നടക്കൂ, ചീത്ത കാര്യങ്ങളെ നടക്കൂ, നല്ലത് നടക്കില്ല, ഉറപ്പായി. നീ നല്ലത് എന്താ പറയുക, അവിടെ വിട്ടുപോവുക. എവിടേക്ക് പോണ കാലം അതിനേക്കാളും അപകടമായിട്ട് കാര്യമുണ്ടോ? അങ്ങനെ പോവില്ലല്ലോ വിതുരൻ. എവിടേക്ക് പോയി? പുണ്യതീർത്ഥങ്ങൾ എവിടെയുണ്ടോ, പുണ്യസ്ഥാനങ്ങൾ എവിടെയുണ്ടോ അവിടേക്ക് പോയി. യാനി പദാനി, അനേകം മൂർത്തി. ഈശ്വരനാണ് സഹസ്രമൂർത്തി എന്ന് പറഞ്ഞത്. സഹസ്രനാമുള്ളവൻ, സഹസ്രശീർഷാ പുരുഷ, 1000 തലയുള്ളവൻ, 1000 കൈയുള്ളവൻ, 1000 കാലുള്ളൊക്കെയാണ് സഹസ്രമൂർത്തി. അപ്പോൾ ഭഗവാന്റെ പ്രകാശം എവിടെയൊക്കെ ഉണ്ടോ, തീർത്ഥസ്ഥാനങ്ങളിൽ, നല്ല ക്ഷേത്രങ്ങളിലൊക്കെ ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടാവുന്ന. ഗുരുവായൂർ എന്താക്കെ ഇവിടെ കാണിക്കേണ്ടപ്പോൾ സ്വർണം പൊട്ടിച്ചിട്ടും അത് ചെയ്തിട്ടും ഇത് ചെയ്തിട്ടും അവിടെ ഉണ്ടായിട്ടുണ്ട് സ്വർണ്ണ കേസിട്ട്. കാണിക്കുന്നത് മുഴുവൻ അക്രമമാണ്. ഗുരുവായൂരപ്പന് ഒഴികെ ബാക്കിയൊക്കെ കഷ്ടസ്ഥിതി. ഉള്ളിലേക്ക് നോക്കിയവർക്കേ അറിയൂ. മുഴുവൻ പറയാൻ പറ്റില്ല, ഒന്നും പറയണമില്ല. പക്ഷെ ഒന്നുറപ്പിച്ചോളെ, ഗുരുവായൂരപ്പനല്ലാത്തൊക്കെ അവിടെ അപകട, മൈനസാണ്. ഒന്നും പ്ലസ് ഇല്ല. നമ്മൾ പല കാര്യങ്ങൾ അനുഭവത്തിലുണ്ടാവുകൊണ്ടാട്ടോ പറയണം. എന്നാലും ഗുരുവായൂരപ്പനെ വിടാൻ വയ്യല്ലോ. അപ്പം ഇതൊക്കെ അവിടെ അക്രമങ്ങൾ ഉണ്ടായിട്ടും ആ ശക്തിയുടെ ചൈതന്യത്തിന് കുറവില്ല. നോക്കിയോ, അതെന്തുകൊണ്ടാ? തീർത്ഥപാദ ഭഗവാന്റെ ആ ശക്തി അവിടെ ഉള്ളതുകൊണ്ടാണ്. അപ്പം അത്തരം സ്ഥാനങ്ങൾ എങ്ങനെയൊക്കെ മോശമാക്കാൻ നോക്കിയാൽ അതിനെ കവച്ച് വയ്ക്കുന്ന ചൈതന്യമുള്ള ഭഗവത് സ്ഥാനങ്ങളെ, തീർത്ഥസ്ഥാനങ്ങളെ വിതുരൻ പോയി. ഇപ്പോഴാണ് ചോദ്യത്തിനുള്ള ഉത്തരമായത്. എന്തിനാണ് വിതുരൻ തീർത്ഥയാത്രയ്ക്ക് പോയത്? സുഗൃഹമൃദ്ധിമൃ, സമ്പദ് സമൃദ്ധമായിട്ടുള്ള കൊട്ടാരം വിട്ട് എന്തിനാണ് എല്ലാം ഉപേക്ഷിച്ചു പോയത്? ഇതാ ചോദ്യത്തിന് ഉത്തരം. അപമാനിക്കപ്പെട്ടതിനാൽ. അപമാനിക്കപ്പെട്ടതുകൊണ്ട് കൗരവന്മാരുടെ അല്പാവശേഷിച്ചതായ പുണ്യമായ വിതുരൻ അവിടെ നിന്ന് പുറപ്പെട്ടു. എന്നിട്ടോ സർവേശ്വരനായിരിക്കുന്ന ഭഗവാന്റെ സാന്നിധ്യം കൊണ്ട് എവിടെയെല്ലാം സമ്പന്നമായിട്ടുണ്ടോ അത്തരം പുണ്യസ്ഥാനങ്ങളിലേക്കാണ് പോയി. ഇനി അതാ നല്ലത്. അന്വാക്രമത്, അവിടത്തേക്ക് പോയി. എവിടേക്ക്? പുണ്യചികീർഷയോർവ്യാം, ഭൂമിയിലത്തെ പുണ്യസ്ഥലങ്ങൾ. ഉർവി ഭൂമി, ഉർവ്യാം ഭൂമിയിലെ പുണ്യസ്ഥലങ്ങളിലേക്ക്. സ്വതഷ്ടിതോ യാനി സഹസ്രമൂർത്തി, സർവേശ്വരനായിരിക്കുന്ന ഭഗവാൻ എവിടെയെല്ലാം വസിച്ചരുളുന്നുവോ അങ്ങനെയുള്ള പുണ്യസ്ഥലങ്ങളിലേക്ക്. അങ്ങനെയാണ് വിതുരൻ പോയത്, അപമാനിക്കപ്പെട്ടുകൊണ്ട്. ആ അപമാനമൊന്നും ഒരു തരത്തിലും വിതുരനെ ബാധിച്ചില്ല. തനിക്ക് ജീവിക്കാൻ എന്തിനാ കൊട്ടാരം, എന്തിനാ വിശിഷ്ടങ്ങളായിട്ട് ഭക്ഷണങ്ങൾ, വല്ല കായ കിഴങ്ങോ ധാരാളം മതി. സജ്ജനങ്ങൾക്ക് അത്രേ വേണ്ടുമല്ലേ വീട്, ആഡംബരങ്ങൾ ആവശ്യമുണ്ടോ? പലപ്പോഴും ഈ സദ്യയിലുണ്ടുമ്പോൾ ഏതാ കഴിക്കാൻ ശരിയാതെ ബുദ്ധിമുട്ടിയിട്ടുണ്ടാകും. ഞാനൊക്കെ ഇതൊന്നുണ്ട്, എന്തിനത്രയൊക്കെ വിഭവം അല്ലേ? മര്യാദയ്ക്കൊരു മോരും കടുമാങ്ങിയും കൂട്ടി ഉണ്ടാച്ചാൽ അതാണ് സുഖം ശരിക്കും അല്ലേ? ഏതാ കൂട്ടണ്ട ഏതാ കളയണ്ടെന്നുള്ള പ്രശ്നമില്ല. ഏതിലെങ്കിലും അത് അധികമായിട്ടുണ്ടോ ഇത് അധികമായിട്ടുണ്ടോ ഇഷ്ടമല്ലാത്തുണ്ടോ വല്ല ചിന്തയുണ്ടോ? ഈ മോരും കടുമാങ്ങിയും കൂട്ടിയ സുഖമായിട്ട് ഊണേക്കാം. അപ്പോൾ സജ്ജനങ്ങൾക്ക് എപ്പോഴും ആഡംബരത്തിലല്ല ശ്രദ്ധ. ഒക്കെ നിസ്സാരമായിട്ട് അതിനെ അങ്ങോട്ട് ഉപേക്ഷിച്ച് എങ്ങനെ വേണമെങ്കിലും കഴിയാൻ വിതുരന് സാധിക്കും. ശയ്യാമഖിലം ഇല്ലേ, ഭജഗോവിന്ദത്തിൽ പറയണില്ലേ, സുരവന്ദിത തരുമൂല നിവാസ ശയ്യാമഖിലം. ഭൂമി മുഴുവൻ ശയ്യാണ്, പിന്നെ എവിടെ കിടക്കാൻ പ്രയാസം. നമുക്കല്ലേ ബെഡ് വേണം, സുനിദ്ര ബെഡ് വേണം, അങ്ങനെയൊക്കെ ഉള്ളൂ. ഒന്നും ആവശ്യമില്ല. ഏത് മരത്തിൻ്റെ ചുട്ടും സുരവന്ദിത തരും മൂല നിവാസ
ശയ്യാമകിലം എല്ലാ ഭൂമിയും അവർക്ക് കിടക്കാൻ പറ്റിയതല്ല, അല്ലാത്തൊന്നുമില്ല. അങ്ങനെയുള്ള ഒരാൾക്ക് എന്താണ് വിഷമം? ഭഗവത് സാന്നിധ്യം കൊണ്ട് വിശിഷ്ടങ്ങളായിട്ടുള്ള തീർത്ഥങ്ങളെ, അല്ലയോ വിതുരനോടാണ് പറഞ്ഞു സൂതൻ അല്ലേ, പറഞ്ഞു സൂതനാണ് പറയുന്നത്. ശൗനകാദികളെ അങ്ങനെ അവരൊക്കെ അങ്ങോട്ട് പോയി എന്ന് ശൗനകാദികളോട് പറയുകയാണ്. പുരേഷു പുണ്യോപവനാദ്രികുഞ്ചേഷു പങ്കതോയേഷു സരിസരത്സു. ആരോടാ പറയണമെന്നൊക്കെ ഇടയ്ക്കല്ലേ മറന്നു പോവുകയാണേ. ഏവമേതത് പുരാ പൃഷ്ടോ മൈത്രേയോ ഭഗവാൻ കില. മൈത്രേയർ എവിടെ വെച്ചിട്ട് വിതുരനെ കണ്ടു എന്നാണല്ലോ ചോദ്യങ്ങളൊക്കെ ഉണ്ടാവണത്. അപ്പോൾ രാജോവാച എന്നാണ് കേട്ടോ. അപ്പോൾ പരീക്ഷിത്ത് ശുഗമഹർഷിയോട് ചോദിച്ചു. ശുഗമഹർഷി പറഞ്ഞു. അതിനെ സൂതൻ ശൗനകാദികളോട് പുനരാഖ്യാനം ചെയ്യുകയാണെന്ന് നമ്മൾ പറഞ്ഞുല്ലോ നേരത്തെ അല്ലേ. അപ്പോൾ ഇവിടെ പറയണത് ശൗനകാദികളോട് സൂതനാണ് കേട്ടോ. ലേറ്റസ്റ്റ് ആഖ്യാനം സൂതനാണ് പറയണതോ ശൗനകാദികളോടും. എവിടേക്കൊക്കെയാണ് പോയേ എന്നാണെങ്കിൽ പുരേഷു പുണ്യോപവനാത്രികുഞ്ചേഷു, അങ്ങനെ മുറിക്കേണ്ടത്. അപങ്കതോയേഷു സരിസരത്സു അനന്തലിംഗേ സമലങ്കൃതേഷു ചചാരതീർത്ഥ യതനേഷ്വനന്യ. അങ്ങനെയാണല്ലോ തീർത്ഥയാത്ര പോണ സമയത്ത് ഇങ്ങനെ പുരേഷു പട്ടണങ്ങളുണ്ടാവും, അത് കഴിഞ്ഞാൽ ഗ്രാമങ്ങളുണ്ടാവും, കൃഷിസ്ഥലങ്ങളുണ്ടാവും, കാടുണ്ടാവും, പറമ്പുണ്ടാവും, പുഴകളുണ്ടാവും. ഒക്കെ അങ്ങനെ കണ്ണിൽ കാണുന്ന പോലെ പറയാം. പുരേഷു പട്ടണങ്ങളിലും പുണ്യോപവനം നല്ല നല്ല തോട്ടങ്ങൾ, അത്രികുഞ്ചേഷു പർവ്വതങ്ങൾ. തീർത്ഥയാത്ര പോകുമ്പോൾ ഇന്നത്തെ പോലെ AC കോച്ചിലൊന്നുമല്ല പോവുക. ഒക്കെ ഇന്നത്തെ തീർത്ഥയാത്രയല്ല കേട്ടോ. ഞാൻ പറയും തീർത്ഥയാത്രയല്ല, വിനോദയാത്ര എന്ന് പറയാം, ടൂറ്. തീർത്ഥയാത്രയിൽ കുറച്ച് ക്ലേശമൊക്കെ അനുഭവിക്കണം. അപ്പോൾ പറഞ്ഞ ആൾക്കാർ തെറ്റും. പണ്ടത്തെ പോലെയാണോ ഇന്നിപ്പോൾ കാര്യങ്ങൾ? ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. ചിലതിനൊക്കെ അതിൻ്റേതായ വിധം തന്നെ വേണ്ടേ. ചെരുപ്പിടാതെ യാത്ര ചെയ്യണമെന്ന് പറയണില്ല, പക്ഷേ ചെരുപ്പിട്ടിട്ടെങ്കിലും നടക്കണ്ടേ. AC കോച്ചിൽ പോവുക, സുഖമായിട്ട് ഭക്ഷണം കഴിക്കുക, ആർത്ത് വിളിച്ചിട്ട്. ഇതൊന്നുമല്ല തീർത്ഥയാത്ര. അതിൽ പർവ്വതങ്ങളുണ്ടാവും, കാടുണ്ടാവും, ദുഷ്ടമൃഗങ്ങളുണ്ടാവും, കാല് വേദനിക്കും കല്ല് തട്ടിയിട്ട്. കല്ലും മുള്ളും കാലുക്കും എത്തയിന്നാണ് ശരിക്കും മലയ്ക്ക് പോകുമ്പോൾ പറയണത്. അങ്ങനെയൊക്കെയാണ് തീർത്ഥയാത്ര. ഇന്നൊക്കെ ടൂറ് പോവുക, ഒരു നേരം പോകാണ്ടിരിക്കണു, കാശ് ധാരാളമുണ്ട്, ടൂറ് പോവുകയാണ്. ഒരു വിനോദയാത്രയും ടൂറ് എന്ന് ഞാൻ തീർത്ഥയാത്ര എന്ന് പറയില്ല. ഇന്നത്തെ തീർത്ഥയാത്രയൊക്കെ വെറും ജാടയാണ്. നേരം പോവാണ്ടിരിക്കണവർക്ക് എവിടേക്കെങ്കിലും പോവാം. അതും എവിടേക്ക് പോകണത് ഒരുപോലെ തന്നെ. പിക്നിക്കിന് പോകണതും കണക്കാണ്. ഇന്നത്തെ തീർത്ഥയാത്രയൊക്കെ അങ്ങനെ. പക്ഷേ പണ്ടങ്ങനെയില്ല. പുണ്യോപവന ആദ്രികുഞ്ചേഷു, മലയുടെ മുകളിൽ കൂടെയൊക്കെ പോകുക പറഞ്ഞാൽ സുഖമാണ്. അദ്രികുഞ്ചേഷു ഉപവനങ്ങൾ, വള്ളിക്കുടിലുകൾ, ഇതിലൊക്കെ പോകുന്നുണ്ട്. സരിസരത്സു നദികൾ. പിന്നെയോ അനന്തലിംഗൈ, ഭഗവാന്റെ വിഗ്രഹങ്ങൾ എവിടേക്കുണ്ടോ അതിനാൽ അലങ്കരിക്കപ്പെട്ട ക്ഷേത്രങ്ങൾ. ലിംഗം എന്ന് പറഞ്ഞാൽ ശരീരം അർത്ഥമേ ഉള്ളൂ സംസ്കൃതത്തിലേ. അനന്തലിംഗൈ, ലിംഗം ശിവലിംഗം എന്ന് പറഞ്ഞാൽ എന്താ? ശിവൻ്റെ ശരീരം ആണ് ശിവലിംഗം. ഇതിനാണ് ലിംഗം എന്ന് പറയണത്. ആ ഭഗവാന്റെ ശരീരത്താൽ വിഗ്രഹത്താൽ അലങ്കരിക്കപ്പെട്ട തീർത്ഥായതനേഷു, പുണ്യസ്ഥാനങ്ങളിൽ, ഗുരുവായൂരാവാം, തിരുപ്പതിയാവാം, ശ്രീരംഗം മുതലായിട്ടുള്ള പുണ്യക്ഷേത്രങ്ങളിൽ ഭഗവത് സാന്നിധ്യത്താൽ അലങ്കരിക്കപ്പെട്ട ആ സ്ഥലങ്ങളിൽ അത് നോക്കി വിതുരൻ സഞ്ചരിച്ചു. അങ്ങനെയാണ് തീർത്ഥയാത്രയ്ക്ക് ദുര്യോധനനാൽ അപമാനിക്കപ്പെട്ടു. എന്നിട്ടാണ് പോവാൻ കാരണമായത്. പുരേഷു പുണ്യോപവന അദ്രികുഞ്ചേഷു, പർവ്വതങ്ങൾ, കുഞ്ചങ്ങൾ, പള്ളിക്കുടിലുകൾ, അപങ്കതോയേഷു, മാലിന്യമില്ലാത്ത തീർത്ഥമായിട്ടുള്ള ജലമുള്ള അപങ്കതോയേഷു, നല്ല നല്ല തടാകങ്ങൾ, സരിത്സരത്സു, ഒക്കെ തടാകങ്ങളാണ്. അനന്തലിംഗേ സമലങ്കൃതേഷു, ഭഗവാന്റെ ശരീരത്താൽ അതിലും ഇതൊരു അലങ്കാരം ഉണ്ടോ ആലോചിച്ച് നോക്കുക. അലങ്കരിക്കപ്പെട്ട ചചാര തീർത്ഥ യതനേഷ്വനന്യ, അങ്ങനെ ധാരാളം
സ്ഥലങ്ങളിൽ ഏകനായിട്ട് സഞ്ചരിച്ചു. അനന്യ. അപ്പം എങ്ങനെ പോകണ? ടീമായിട്ട് എത്ര ആളുണ്ട് ബസ്സിൽ എന്നാണ് ചോദിക്കുക. പിന്നെ എങ്ങനെ തീർത്ഥയാത്രയാവുക? അനന്യന, ഒറ്റയ്ക്കാണ് വിതുരൻ പോയത്. പണ്ടൊക്കെ തീർത്ഥയാത്രയ്ക്ക് ഒറ്റയ്ക്കാണ് പോവുക. നാലമ്പലം പോണ ടീമുണ്ട്. അപ്പോൾ അയ്യോ, വിചാരിക്കാൻ വയ്യ എന്തൊക്കെ തീർത്ഥയാത്ര പ്രഹസനങ്ങളാണ് നടക്കണം. ഒക്കെ നമ്മൾ ആനുകാലികമായിട്ട് പറയേണ്ട കാര്യങ്ങളാണ്. ഒന്നും തീർത്ഥയാത്രയല്ല കേട്ടോ, വെറുതെ വേസ്റ്റ് മണി ആൻഡ് ടൈം, അത്രയേ ഉള്ളൂ. ഒറ്റയ്ക്ക് പോകണം എന്നാണ് പറയണത് തീർത്ഥയാത്രയ്ക്ക്. ആ സന്യാസിമാരും കൂടി പെണ്ണുങ്ങളെ അവരെയും ഇവരെയും കൂടി കെട്ടിപ്പിടിച്ചിട്ടാ തീർത്ഥയാത്രയ്ക്ക് പോകണം. തീർത്ഥയാത്രയാവുമോ? ഗാംഭര്യടൻ മേദ്യവിവിക്ത വൃത്തി സദാ പ്ലുതോ അതശയനോ അവധൂത അലക്ഷിതേശ്വരവധൂതവേഷോ പ്രധാനി ചേരേ ഹരിതോഷണാനി. നീ പറയുന്നുണ്ട് ഗാംഭര്യടൻ, ഗാം ഭൂമിയെ ചുറ്റി സഞ്ചരിച്ചു, പര്യടനം നടത്തുക. പര്യടൻ നമ്മൾ ആളത്തിൽ ഉപയോഗിക്കണ വാക്കാണല്ലോ, പര്യടനം ചെയ്യുക. മേദ്യ വിവിക്ത വൃത്തി, പരിശുദ്ധിയും നിശ്ചിതയും വൃത്തിയും കൂടിയുള്ളത്. മേദ്യം എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ ആവാം. ശരിക്കും കഴിക്കാൻ സുഖമുള്ള ഭക്ഷണം, ഉത്തമം എന്നുള്ള നിലത്തെ ആ മേദ്യം എന്ന് പറയുന്നത് വിപരീതമാണ് അമേദ്യം. എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ പറ്റാത്തതെന്ന് അർത്ഥമേ ഉള്ളൂ. നമ്മൾ ഉദ്ദേശിക്കുന്ന അർത്ഥമില്ല അമേദ്യം എന്ന് പറഞ്ഞാൽ. കഴിക്കാൻ രണ്ടാന്തരമായിട്ടുള്ളതൊക്കെ അമേദ്യമാണ്. വിവിക്ത വൃത്തി, വൃത്തി ഉള്ളതും ആയ. സദാ ആപ്ലുതോ, സദാ പ്ലുതോ, എപ്പോഴും കുളിക്കുക. എപ്പോഴും കുളിക്കുക, അങ്ങനെയുണ്ടോ എന്ന് പറഞ്ഞാൽ കുളിച്ച ശുദ്ധി എപ്പോഴും ഉണ്ടാവുക. ഇപ്പോൾ വേനൽക്കാലത്തൊക്കെ ശരിക്കും രാവിലെ കുളിച്ചാൽ ഉച്ചയ്ക്ക് അതിൻ്റെ ശുദ്ധി പോവും. ഉച്ച വരെ നമ്മളൊക്കെ വേർക്കും, 10 മണിയാകുമ്പോഴേക്ക് വേർക്കുന്നിട്ട് വേണ്ടേ, അതിൻ്റെയും വേർക്കണ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് ഒരു കുളിയുണ്ട്, മധ്യാഹ്നം കുളിക്കണം. 3 നേരം കുളിക്കണം വ്രതകാലത്ത്. പിന്നെ സന്ധ്യയ്ക്കും കുളിക്കണം, അതിന് മുമ്പേ കുളിക്കണം, സന്ധ്യയ്ക്കല്ല. ഇതാണ് സദാ പ്ലുതോ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത്. കാരണം സദാ വെള്ളത്തിൽ നിൽക്കുക ആധാരം പ്രായോഗികമല്ലല്ലോ, അങ്ങനെ ഒരു സംഗതി ഉണ്ടാവില്ലല്ലോ. കുളിച്ച ശുദ്ധി എപ്പോഴും നിലനിർത്തിക്കൊണ്ട് അതിന് എത്ര പ്രാവശ്യം കുളിക്കണോ അത്ര പ്രാവശ്യം മടി കൂടാതെ കുളിച്ചവൻ. ഇതാണ് സദാ പ്ലുതോ. എല്ലായ്പ്പോഴും കുളിക്കുക, എൻ്റെ കുളിച്ച ശുദ്ധി എപ്പോഴും ഉണ്ടാവും. ഒരിക്കലും വെള്ളം കണ്ടാൽ അടുത്ത ദിവസം വെള്ളം കണ്ടാൽ 2 ദിവസം വെള്ളം കാണാതിരിക്കുക, അങ്ങനെയല്ല എന്നർത്ഥം. 3 നേരം കുളിക്കണവരുണ്ട്, വ്രതകാലത്ത് 3 നേരം കുളിക്കണം എന്നാണ്. എല്ലാത്തിലും അപ്പുറം കുളിക്കും. അതാണ് സദാ പ്ലുതോ, സദാ ശുദ്ധി നിലനിർത്തിക്കൊണ്ട്. അങ്ങനെയാണോ? ഒന്ന് തീർത്ഥയാത്രയ്ക്ക് പോകണം ആലോചിച്ച് നോക്കും. ചിലപ്പോൾ കുളിക്കുക തന്നെ ഇല്ല ഒരു ദിവസം, സൗകര്യം കിട്ടിയില്ലെങ്കിൽ. സദാ പ്ലുതോ അതശയന, നിലത്ത് കിടക്കണം. അല്ലാണ്ട് സുനിദ്ര ബെഡിൽ കിടന്ന് ചാടി ഇങ്ങോട്ട് തെറിപ്പിക്കണ കിടക്കയിലൊന്നുമല്ല കിടക്കുക, നിലത്ത് കിടക്കണം എന്നാണ്. ഇതൊക്കെ നമ്മളല്ലാത്തപ്പോഴും ചെയ്യണത് ശരിയാണ്. കട്ടിലിൻ്റെ മുകളിലോ കിടക്കണേക്കാൾ നല്ലതാണ് നിലത്ത് കിടക്കണം. നിലത്ത് എന്ന് പറഞ്ഞാൽ ടൈൽസ് ഇട്ട നില ആവില്ലല്ലോ, ഉണ്ടാവും കേട്ടോ കൂടി പറയണപ്പോഴേ. ഈ ടൈൽസ് ഇട്ട നിലത്ത് പോയിട്ട് കിടന്നിട്ട് അപകടം ഉണ്ടാക്കണ്ട, അതിലുള്ള കുഴപ്പം കൂടി ഉണ്ടാക്കുകയുള്ളൂ, ഇല്ലാത്ത കുഴപ്പമൊക്കെ ഉണ്ടാക്കും. ചാണകം മെഴുകിയ നിലമാവും പണ്ട്, അവിടെ കിടക്കാം, അത് നല്ലതാണ്. തലേണ ഉപയോഗിക്കരുത്, അധികം കട്ടിയില്ല കിടക്ക ഉപയോഗിക്കരുത്. അഥവാ കിടക്ക ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ കിടക്കേ വേണ്ടെന്നാണ് പറയണത്. അതാണ് നിലത്ത് കിടക്കുക. നട്ടലിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഇല്ലാണ്ടാവും. അങ്ങനെ നിലത്ത് കിടന്ന് അലക്ഷിതസ്വൈരവധൂത വേഷോ, കേമായിട്ടുള്ള വേഷവിധാനങ്ങളൊക്കെ കെട്ടി സ്ത്രീക്ക് ഇട്ട ഷോളും സ്ത്രീക്ക് ഇട്ട ഷർട്ടും ഇട്ടിട്ടൊന്നും അല്ല പോവുക. അവധൂത വേഷേ എന്തേ കിട്ടിയച്ചാൽ കൊടുത്ത് ധരിക്കുക. പ്രധാനി ചേരേ ഹരിതോഷണാനി, ഭഗവാന് സന്തോഷമുള്ള വ്രതാദിചര്യകൾ അനുഷ്ഠിച്ചിട്ടാണ് വിതുരൻ തീർത്ഥയാത്രയ്ക്ക് പോയത്. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാ കരോതി യത്യർത്ഥകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.